അപ്പൊ നമ്മുടെ ഉണ്ണീനെ വിളിക്കണ പേര് കിച്ചൂട്ടെന്നാണ് കേട്ടോ. അപ്പൊ കിച്ചൂട്ടന്റെ അതേ 56 കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ രാവിലെ എനിട്ടിരിക്കണ ഇരുത്താണ് കേട്ടോ. ഞങ്ങൾ എല്ലാവരും നല്ലോണം വൈകിട്ടാട്ടോ നീച്ചേക്കണത്. കാരണം തലേന്നത്തെ നല്ലൊരു ക്ഷീണം കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛനൊക്കെ അതേ രാവിലത്തെ കുളിയും ചായ കൂടി ഒക്കെ ഇരിക്കുകയാണ്. നമ്മുടെ തേജ് ഇപ്പോഴും എനിച്ചിട്ടില്ല കേട്ടോ. 56 ഉണ്ണിയുടെ ആണെങ്കിലും ക്ഷീണം മൊത്തം ഞങ്ങൾക്ക് തോന്നുന്നു കേട്ടോ. ഉണ്ണി ഇതേ രാവിലെ എനിക്ക് കുളിയൊക്കെ കഴിഞ്ഞത് നല്ല കുട്ടിയായിട്ട് കിടക്കണൊക്കെ എടുത്താണ് കേട്ടോ. അത് ഞാനിത് എനിച്ച് പല്ലൊക്കെ തേച്ചത് കുറച്ചു നേരം ഉണ്ണീനെ എടുത്തു കേട്ടോ. കാരണം ഉണ്ണീനെ ഉറക്കാൻ വേണ്ടിയിട്ട് അവന് കുളി കഴിഞ്ഞാൽ ഒരു ഉറക്കം പതിവാണ്. അപ്പൊ അതേ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നേരെ ഇതേ തൊട്ടിയിൽ കെടുത്തിയിട്ട് എനിക്ക് കുറച്ചു നേരം സുഖമായിട്ട് ഉറങ്ങിക്കോളി. പിന്നെ ഇതേ നേരെ ചായ കുടിക്കാൻ നോക്കിയിട്ട് ഇൻചേട്ടനൊക്കെ എണിച്ച് കുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. എന്റെ കുളി കഴിഞ്ഞിട്ടില്ല കേട്ടാ. അങ്ങനെ ഇതേ ചായ കുടിക്കായിരുന്നു. ചായക്ക് ഇതേ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കാപ്പിയും ചായ ഉണ്ടായിരുന്നു. പിന്നെ ചെറുപയർ കറി ആയിട്ടുണ്ടായിരുന്നത്. നമുക്ക് നോണ് വീട്ടില് നോൽമ്പുള്ള കാരണം വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതായിട്ട് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ നമ്മള് സാധാരണ പത്തിരിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വെക്കാറുണ്ട് കേട്ടാ. പിന്നെ അച്ഛതേ നേരെ നമ്മുടെ തേജുവിനെ എനിപ്പിക്കാൻ നോക്കാട്ടോ. തേജു എനിച്ച് വരുന്നത് കാണാല്ലേ. അങ്ങനെ അച്ഛനും മോനും കൂടി ഇത് അടി കൂടിയിട്ട് കുറച്ച് കഴിഞ്ഞ് എനിക്ക് വന്നോളി. പിന്നെ പെട്ടെന്ന് തന്നെ ഞാനും നമ്മുടെ തേജുവും കുളിച്ചു കേട്ടാ. കുളിച്ചിട്ട് ഞങ്ങൾ ഇരിക്കണ ഇരുത്താണ്. തേജുവിന് ഇനി ചായ കൊടുക്കണേ. പിന്നെ അമ്മയും അമ്മമ്മയും ഇതേ ഉച്ചത്തേക്കുള്ള ഫുഡിന്റെ പരിപാടിയിലാണ് കേട്ടോ. അപ്പൊ അമ്മയും മോളും കൂടിയിട്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് അടുക്കളയിൽ നിന്ന് തിരിയേണ്ടത്. നമുക്കൊന്നും അങ്ങോട്ട് കയറേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതിന്റെ ഇടയിൽ ഞാൻ അടിച്ചോലും തുടക്കലൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഇത് അമ്മമ്മ നല്ല മാങ്ങയൊക്കെ ചെത്തിയത് ഞങ്ങൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ എല്ലാവരും കൂടി ഉമ്മർത്തിരുന്ന് കുറച്ച് നേരം അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചിലത് നല്ല പുളിയുള്ള മാങ്ങയാണ്, ചിലത് നല്ല മധുരം ഉണ്ട് കേട്ടോ. അതാണ് എന്റെ മുഖത്ത് പല പല എക്സ്പ്രഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉച്ചത്തേക്ക് ചോറുണ്ടാ നോക്കട്ടെ. നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകും. അപ്പൊ നമ്മൾ പറമ്പ് പോയിട്ട് ഇതേ നമ്മുടെ ഇലയും കാര്യങ്ങളൊക്കെ ഇതേ മുറിച്ച് കൊടുന്ന് ഇനി വേഗം ചോറുണ്ണു കേട്ടോ. ചോറിനിട്ട് ഞാനും മിൻചേട്ടനും തേജും ചാത്തന്നൂർക്ക് പോവുകയെ. കാരണം നമ്മളിന്ന് വൈകിട്ട് പറശ്ശിനിക്കടവ് പോവാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം പോവാനുള്ള പ്ലാനിലാണ്. അപ്പൊ ഉച്ചയ്ക്ക് ചോറിനിട്ട് പോവാൻ വൈകുന്നേരത്ത് നമ്മൾ ഇറങ്ങും കേട്ടോ. അതായത് നമ്മുടെ പാറുന്റെയും ചിത്തുട്ടേന്റെ ഉണ്ണിയുടെ ചോറ് കൊടുക്കാനാണ് പോണത്. അപ്പൊ ഞങ്ങൾ കുറച്ച് പേരായിട്ട് പോകാന്നുള്ള ഒരു പ്ലാനിലാണ് ഇറങ്ങിയേക്കണത്. അപ്പൊ പെട്ടെന്ന് തന്നെ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ നോക്കും. അപ്പൊ ചീരക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പയറുപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ എന്തോ വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പൈനാപ്പിൾ കറി ഇല്ലേ, കിച്ചടി എന്നൊക്കെ പറയില്ല, ആ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ കൂട്ടിയിട്ട് ഉച്ചത്തെ ചോറ് കുശാലാക്കിയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇനി വീട്ടിൽ പോയി എനിക്ക് കഴിക്കല് നടക്കില്ല. നേരെ നമ്മൾ പോവുക ചെയ്യുള്ളൂ. അങ്ങനെ ഇതേ നമ്മുടെ കിച്ചുമോനോട് ഇതേ ടാറ്റൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇതേ ഇറങ്ങാണ് കേട്ടോ. അമ്മോടും യാത്ര പറഞ്ഞു, എല്ലാവരോടും യാത്ര പറഞ്ഞു. അമ്മയ്ക്ക് എപ്പോഴും ഇപ്പോൾ ഒരു പരാതി കേട്ടോ. അപ്പോൾ വന്നാൽ നിൽക്കണില്ല, പെട്ടെന്ന് തന്നെ പോവാണ്, പിറ്റേ ദിവസം തന്നെ പോവാണ്, തന്നെയാണ് കേട്ടോ ഇപ്പോൾ മൊത്തത്തിലുള്ള പരാതികൾ. അങ്ങനെ ഇതേ അച്ഛനോടും എല്ലാവരോടും ഇതേ യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വിട്ടാം. വീട്ടിലെത്തിയാലും റെസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. വീട്ടിലെത്തിയാൽ ഡ്രസ്സ് മാറുക, എല്ലാം പാക്ക് ചെയ്യുക, നമ്മൾ നേരെ കണ്ണൂർക്ക് പോവുകയാണ് ചെയ്യുക. പിന്നെ അതിന്റെ വീഡിയോ ഒക്കെ അതേ അടുത്ത ഷോർട്സിൽ ഞാൻ ഇടാട്ടോ. പിന്നെ നമ്മുടെ 56ന്റെ വ്ളോഗ് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടായിട്ട് ഇടുള്ളൂ. കാരണം കണ്ണൂരിന് തിരിച്ചു വന്നതിന് ശേഷം അപ്ലോഡ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.